ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതാ കണ്ടില്ലേ, കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, നീ എങ്ങനെ അടുപ്പിൽ ചുടുന്നത്, അടുപ്പിൽ പുക വരുന്നില്ലേ. കണ്ടാലും കിട്ടിയാലും കമൻറ്റിലായെങ്കിലും ആൾക്കാർ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യം ഇത് തന്നെയായിട്ടുണ്ടായിരുന്നു കേട്ടോ, നീ എങ്ങനെ ചുടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ആശയാണല്ലോ. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ അടുപ്പിൽ എന്താ ഇങ്ങനെ പുക വരാൻ കഴിഞ്ഞു. ഗൈസ്, എന്താ വെച്ചെങ്കിൽ ഞാൻ ചട്ടി മാറ്റി നോക്കി, എങ്ങനെ ഏല നോക്കിയെങ്കിൽ അത് പുക വരുന്നത് നല്ലോണം വരുന്നേട്ടാ. അങ്ങനെ പൊരിയപ്പം ചൂടായി കേട്ടോ. എനിക്ക് പെരുന്നാളിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ അല്ല, ഗൾഫിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സാണ് കേട്ടോ. അപ്പം പൊരിയപ്പം കടലപ്പം 2 തരം അപ്പം ചൂടാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നതാണ്. അപ്പോൾ ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും കൂടി പറയാമെന്ന് വിചാരിച്ചു. പിന്നെ പെരുന്നാളിൻ്റെ ഓർഡേഴ്സിലെ കുറേ ഇപ്പോഴേ വന്ന് തുടങ്ങി. അത് ലാസ്റ്റ് ആകുമ്പോൾ ഇൻഷാല്ലാ ലാസ്റ്റ് ആകുമ്പോൾ മാത്രമേ നോമ്പ് 20 കഴിഞ്ഞ ശേഷം മാത്രമേ കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്നുള്ളത്. പിന്നെ അപ്പോൾ ഇത് 4 തേങ്ങയും 1 കിലോ ബെല്ലം എടുത്തിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നുള്ളത്. 2 കിലോ പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ റെസിപ്പി അറിയാത്തവരാണെങ്കിൽ 4 തേങ്ങക്ക് 1 കിലോ ബെല്ലം, അതാണ് ഇതിന് കറക്റ്റ് കണക്ക്. നല്ല ഉണക്ക് തേങ്ങ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മീഡിയം തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവട്ടെ അപ്പം. പിന്നെ 250 ഗ്രാം പൊരിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരീനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം പൊടിച്ചെടുത്തിന് കേട്ടോ. ഒരു 3-4 ട്രിപ്പാക്കിയിട്ട് പൊരീനെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് റെസിപ്പി വീഡിയോ ആയിട്ട് വന്നതൊന്നുമല്ല, പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ അപ്പത്തിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാൻ കാരണം എൻ്റെ അടുപ്പിൽ പുക വന്നു കേസ്. കുറേ പേര് ചോദിച്ചു, നീ ചുടലില്ലേ, എങ്ങനെ ചുടുന്നത്, പുക വരുന്നില്ല. ഇത് മാത്രമായിരുന്നു കേട്ടോ കുറേ പേര് ചോദ്യം. പുക വന്ന് ഇപ്പം എല്ലാവർക്കും സമാധാനമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സാരമില്ല, പ്രശ്നമില്ല. ചട്ടി മാറ്റിയിട്ട് വേറെയും കൂടി 2 ചട്ടി മാറ്റി നോക്കിയിട്ടും എങ്ങനെയും പുക വരുന്ന മതിയാണെന്നില്ല കേട്ടോ. അപ്പോൾ ബേജാറായിന് കേട്ടോ, കാരണം ചട്ടിക്ക് കരി പിടിക്കുന്നത് പ്രശ്നമില്ലാതെ തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ പൊരക്കന്നെ ഫുൾ കരി പിടിച്ചത് ബോറാവൂല്ലേ. അപ്പം അങ്ങനെ ഇനി എങ്ങനെ ചുടും എന്നറിയില്ല. ഇൻഷാല്ലാ പഠിച്ചോനെ നേരെയാക്കുമായിരിക്കും. നിങ്ങൾ ആരെന്നെ കണ്ണ് തട്ടിക്കണ്ട കേട്ടോ, കാരണം നല്ലോണം സങ്കടമുണ്ട്. കാരണം ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരാൾക്കാർ ഇതുപോലത്തെ ഒന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞെങ്കിൽ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കണ്ണുകൊള്ളുന്നതിനെ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെന്നല്ല, എന്നാലും ഇതുപോലെ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ, എങ്ങനെ ചുടുന്നത്, പുക വരുന്നില്ലേ, നമ്മളെ അടുപ്പിലല്ല പുക വരുന്നല്ലോ, നീ എങ്ങനെ ഇത്രയല്ല ചുടുന്നത്, അങ്ങനെ തീ കത്തുന്നത്, ഇങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ഉള്ളതുപോലെ സത്യം പോലെ പറഞ്ഞു കൊടുത്തായിരുന്നു. പുക ഇതുവരെ വന്നിട്ടില്ല എന്ന്. പക്ഷേ അതാ വന്നിട്ട് ആ അടുപ്പിലേക്ക് മാത്രമല്ല കേട്ടോ കണ്ടത്. ഇതിലും സാധാരണ ഞാൻ എപ്പോഴും ഈ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അതിൻ്റെ വെല്ലം ഉരുകൽ ഈ ചട്ടിയിലാണ്. അപ്പോൾ അതിലും എങ്ങനെയായെങ്കിലും പുകയിലെല്ലാമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ആരും പുക വരുന്നില്ലേ എന്ന് ചോദിക്കണ്ട, പുക നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അടുത്ത് നിൽക്കുന്ന ചട്ടിക്ക് വരെ അതിൻ്റെ പുക കൊണ്ടിട്ട് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെല്ലമെല്ലാം ഉരുകിയിട്ട് തേങ്ങയിലിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി അപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ നോമ്പ് ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. പെരുന്നാളിൻ്റെ സമയത്ത് പുക കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ സങ്കടമാണ് കേസ്. കാരണം അത്രക്കും പുകയാണ് വരുന്നുള്ളത്. ഞാൻ ഇതിനു മുന്നത്തെ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. ഒട്ടും പുകയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പുക കാണുമ്പോൾ പുക നമ്മളെ മേക്ക് കൊള്ളുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പുക വരുന്നത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം ഫുള്ള് കരി പിടിക്കൂലേ. ഇപ്പം നോമ്പിന് ഫുൾ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാരമില്ല, അത് പോട്ടെ. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ നോക്കട്ടെ. അപ്പം ഞാൻ ഇതുപോലത്തെ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് കാണുന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം അടിപൊളിയായിട്ടുള്ള അപ്പമാണ്, ആരും ഇനി മടി പിടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിലാണെങ്കിൽ പച്ചരി, തേങ്ങ, പിന്നെ വെല്ലൊക്കെ അത്യാവശ്യം എല്ലാവരും വീട്ടിലുണ്ടാവും. പൊരിയായിരിക്കും ഇല്ലാതെ ഉണ്ടാകുന്നത്, അത് മാത്രമേ നമുക്ക് വാങ്ങിയാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യുക. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. പിന്നെ നമ്മൾ കാസർഗോഡ് ആൾക്ക് പെരുന്നാൾക്ക് ഇതുപോലത്തെ അപ്പ് ടേബിളിൽ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. പെരുന്നാൾക്ക് അപ്പം ചുട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാസർഗോഡിൻ്റെ പുറത്തൊന്നും ഇതുപോലത്തെ അപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പെരുന്നാളിന്. ബാക്കിയുള്ള സമയത്ത് ഇപ്പോൾ ഏകദേശം ആളും ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തൊന്നും ഇങ്ങനെ പെരുന്നാളിന് ഇതുപോലത്തെ അപ്പങ്ങളില്ല. അപ്പോൾ അതിനുള്ള തേങ്ങയെല്ലാം വെന്തതിന് ശേഷം അതിലേക്ക് ഞാൻ പൊരി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 250 ഗ്രാം ഫുള്ളായിട്ട് പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടില്ലേ, ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊരിയപ്പത്തിൻ്റെ മാവ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുക്കി പൊടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഈ മിക്സിങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കെല്ലാം കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് പച്ചരി അരച്ചിട്ട് നമുക്ക് മുക്കി പൊരിക്കുകയാണ് കേട്ടോ. ഇത് ഒരു മുട്ടയും കൂടി കൂട്ടിയിട്ട് പച്ചരീനെ എണ്ണയിൽ മുക്കി പൊരിക്കലാണ്.
അപ്പോൾ എല്ലാം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് 2 കിലോന് പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാത്തട്ടാ. ഇത് റമളാൻ മാസം തൊട്ട് ആരും ഇബാദത്ത് എടുക്കുന്നില്ലേ, വരുമാനം ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണെന്ന് ആരും ചോദിക്കേണ്ട. ഇബാദത്ത് എടുക്കുന്ന സമയം എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നുള്ളത്. രാത്രി നോമ്പെല്ലാം തുറന്നിട്ട് രാത്രി 10 മണി എല്ലാം നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. നമ്മൾ ഉറങ്ങുന്ന സമയം 1 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചെങ്കിൽ ഇതുപോലത്തെ എണ്ണക്കടിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ ഇബാദത്ത് എടുക്കണ്ടേ, പിന്നെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് ആരും ചോദിച്ചേക്കണ്ട. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉറങ്ങുന്ന 1 മണിക്കൂർ ടൈം നമുക്ക് മാറ്റി വെച്ചെങ്കിൽ ഇതുപോലെ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. ഈ നോമ്പ് ഫസ്റ്റൊന്നും ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡേഴ്സൊന്നും. പിന്നെ ഇത് ഗൾഫിലേക്ക് കൊടുത്തു വിടുന്നതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കടലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും കൂടുതലായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പം അത് അതേപോലെ കേട്ടോ 2.25 കിലോനാണ് കേട്ടോ കടലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 2 കിലോ ഉണ്ടാക്കിയത് കുറച്ചധികം ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയുള്ളതും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പുക കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞത് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പുക വരുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. തീ കത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ പുറത്തേക്ക് ഇങ്ങനെല്ലാം ഇലല്ലേ വരുന്നത് കേട്ടോ. അടുപ്പിൻ്റെ അങ്ങനത്തെ അടയിലേ കൂടിയിട്ടാണ് പുക വരുന്നുള്ളത്. അടുത്തുള്ള ചട്ടിക്ക് വരെ ഇത് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും വരുന്നില്ല കേട്ടോ. പ്ലീസ് ആരും എന്നെ ഒന്നും പറഞ്ഞിട്ട് ഇതുപോലെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ കടലപ്പം ചുടലും പിന്നെ പൊരിയപ്പം ചുടലാണ്. മടിയില്ലാണ്ട് ചുട്ടൊന്നുമല്ല കേട്ടോ, നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ നോമ്പിന് ചുടുമ്പോൾ നമുക്ക് എന്തായാലും പ്രത്യേക ക്ഷീണം അതെല്ലാം ഉണ്ടാവും. കാരണം നോമ്പെടുത്തിട്ടുള്ള ക്ഷീണം എല്ലാ ക്ഷീണവും സമയം കണ്ടില്ല. രാത്രി 11 മണിക്കാണ് കേട്ടോ ഇത് ചുടാൻ തുടങ്ങിയത് തന്നെ. 12:30 മണിയാകുമ്പോൾ ഏകദേശം ചുട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാക്കിംഗ് ഒക്കെ രാവിലെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രിയെല്ലാം വേറൊരു കവറിലാക്കിയിട്ട് കിടന്നുറങ്ങിയതാണ്. കാരണം ചൂട് തണിഞ്ഞതിന് ശേഷം വേറൊരു കവറിലാക്കിയിട്ട് നമുക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അത്താഴം കഴിഞ്ഞതിന് ശേഷം രാവിലെയാണ് കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പറയും നോമ്പെടുത്തിട്ട് വീട്ടിലത്തെ പണിയെടുക്കാനേ പറ്റുന്നില്ല പിന്നെയല്ലേന്ന്. പക്ഷെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്കും കൂടി പറ്റൂട്ടോ. കാരണം ഞാനും ഇതുപോലെ മുന്നൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ഓരോന്നോരോന്ന് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൊരിത് വന്നത്. അപ്പം മുന്നേ ഇതുപോലെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പെരുന്നാളപ്പം ചുടാൻ തന്നെ മടിയുള്ള ഒരാളായിരുന്നു. അത്യാവശ്യം ഇങ്ങനെ ചുടാലേന്ന് വിചാരിച്ചിട്ട് ചുടലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും അൽഹംദുലില്ലാഹ് ഇത്രയും ചുടാൻ കഴിഞ്ഞത് പഠിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കട്ടെ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. ഇത് കടലപ്പട്ട ഞാൻ പാക്ക് ചെയ്യുന്നുള്ളത്. കടലപ്പം പൊരിയപ്പം 2.25 കിലോ വരെ എനിക്ക് കടലപ്പം ആയിട്ടുണ്ട്. കുറച്ചട്ട ബാക്കിയായിട്ടുണ്ടായിരുന്നത്. കാരണം നോമ്പിന് ഇതുപോലത്തെ ഐറ്റംസ് ബാക്കി വെച്ചെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ 1/4 കിലോനും. അങ്ങനെതാ ഇനി നെക്സ്റ്റ് പാക്കിംഗ് ഉള്ളത് പൊരിയപ്പം കേട്ടോ. ഇത് ഇത്രയേ ബാക്കിയുള്ളൂ. ബാക്കി പൊരിയപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പൊരിയപ്പം. കാരണം ഞാൻ വിചാരിച്ചില്ല, കാരണം നല്ല പച്ച തേങ്ങ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പൊരിയപ്പം ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്തെടുക്കട്ടോ. 2 കിലോനും പൊരിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് അളവിലായിട്ടുണ്ട്. 1, 2, 3 അത്രേ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. കാരണം ഇതുപോലെ നിങ്ങൾ കറക്റ്റ് അളവിലെടുത്തെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ അതിന് പച്ചരി വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരു 3/4 കിലോ വരെ പച്ചരി ആയിട്ട് ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളത്. ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് പൊരിയപ്പത്തിനും കടലപ്പത്തിനും 3/4 കിലോ വരെ പച്ചരി ആവശ്യമായിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും 2 ട്രിപ്പായിട്ട് ഓരോരോ മുട്ട എടുത്താണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഉണ്ടാക്കിയാൽ കറക്റ്റ് പാകമായിട്ട് കിട്ടും. പിന്നെ 1 കിലോനായിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നുള്ളത്. 4 കവറാക്കിയിട്ട് ഒന്നിച്ചൊരു കവറിലാക്കിയെങ്കിൽ അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ചെറിയ പാക്കാക്കിയെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയ പാക്കാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഏകദേശം പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ എൻ്റെ അപ്പെല്ലാം റെഡി ആയിട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.